നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില മൂന്നാം ദിനവും മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിന്ന് അല്പം കയറിയാണ് സ്വർണം ഇപ്പോൾ വിൽപ്പന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭരണം ഉൾപ്പെടെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നും നല്ല ദിവസമാണ്. കാരണം വരും ആഴ്ചകളിൽ വില കൂടാനുള്ള സാധ്യത തള്ളാനാകില്ല. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വ്യക്തിഗത ഉപഭോക്തൃ ചെലവ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കയറാനുള്ള വിപണി സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും വലിയ വിലമാറ്റത്തിന് സാധ്യതയില്ല. ഇന്ത്യൻ രൂപ വലിയ തോതിൽ ഇടിഞ്ഞതാണ് സ്വർണ്ണവിലയിലെ തകർച്ചയുടെ നേട്ടം അനുഭവിക്കാൻ സാധിക്കാതെ പോയത്. ഇന്ത്യൻ രൂപ കൂടുതൽ കരുത്ത് കാട്ടുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും കുറയും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രൂപ വലിയ മുന്നേറ്റം നടത്തുമെന്ന് കരുതാൻ വയ്യ. 85.06 എന്ന നിരക്കിലാണ് രൂപയുള്ളത്. ഡോളർ സൂചിക 107.74 എന്ന നിരക്കിലാണുള്ളത്. അല്പം ഇടിഞ്ഞ ശേഷം മുന്നേറിയാണ് ഈ നിരക്കിലെത്തിയത്. ആഗോള സ്വർണ്ണവില ഔൺസിന് 2622.90 ഡോളർ എന്ന നിരക്കിലാണ് ഉള്ളത്. കേരളത്തിൽ 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 7100 രൂപയാണ് ഇന്നത്തെ വില. അതായത് ഡിസംബർ മാസം 23-ാം തീയതിയിലെ വില. പവന് 56,800 രൂപയാണ് വിലയായിട്ട് വരുന്നത്. 18 ഗ്രാം സ്വർണം ഗ്രാമിന് 5865 രൂപയാണ് ഇന്ന് നൽകേണ്ടത്. വെള്ളിയുടെ വില ഗ്രാമിന് 95 രൂപയിൽ തുടരുന്നുണ്ട്. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് ഏതാണ്ട് 62,000 രൂപയിൽ താഴെയാകും ചെലവ് വരിക. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 1500 രൂപ വരെ പവൻമേൽ കുറഞ്ഞേക്കാം. സ്വർണം ആഭരണമല്ലെങ്കിൽ കോയിനായിട്ട് വാങ്ങുന്നവർക്ക് മേക്കിംഗ് ചാർജ് അല്ലെങ്കിൽ പ്രിന്റിംഗ് ചാർജ് അടക്കമുള്ളതും പിന്നെ അതുപോലെ തന്നെ GST ഒക്കെ നൽകേണ്ടി വരും. 18 കാരറ്റ് സ്വർണത്തിലുള്ള ആഭരണങ്ങൾക്ക് പ്രീമിയർ വരുന്നു എന്നാണ് ജ്വല്ലറി മേഖലയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. പാരമ്പര്യ രീതിയിലുള്ളതും വ്യത്യസ്തമായ ഡിസൈനിലുള്ളതുമായ ഡെയിലി യൂസിന് പറ്റിയ ആഭരണങ്ങൾ 18 കാരറ്റിൽ ലഭിക്കുന്നത് കൂടുതൽ പേരെ ആകർഷിക്കുന്നുണ്ട്. കാശുള്ളവർ 24 കാരറ്റ് സ്വർണം വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഭാവിയിൽ വില കൂടുമ്പോൾ നേട്ടം കൊയ്യാം. ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർ 22 കാരറ്റിന് വേണ്ടി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. നിത്യേനയുള്ള ആഭരണമായി ഉപയോഗിക്കുന്നവർക്ക് നല്ലത് 18 കാരറ്റ് സ്വർണം വാങ്ങുന്നതാണ്. അതേസമയം ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനുള്ള സാധ്യത ഒരുങ്ങുന്നുവെന്ന വിവരം വരുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് ബാരലിന് 73.28 ഡോളറാണ് പുതിയ വില. WTI ക്രൂഡിന് 69.83 ഡോളറും മർബൻ ക്രൂഡിന് 73.45 ഡോളറുമാണ് വില. എണ്ണവില ഉയർന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും. ചെലവും വരവും തമ്മിലുള്ള വിടവ് വർദ്ധിക്കും. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വലിയ തോതിൽ ഇടിയുന്നുണ്ട്. 1,07,000 വരെ ഉയർന്നിരുന്ന ബിറ്റ്കോയിൻ വില കഴിഞ്ഞ ദിവസം 92,000 ഇടിഞ്ഞിരുന്നു. ഇന്ന് അല്പം കയറി 95,000 അടുത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ പലിശ നിരക്ക് സംബന്ധിച്ച അവ്യക്തതയാണ് ബിറ്റ്കോയിൻ വിലയിലും മാറ്റത്തിന് കാരണമായിരിക്കുന്നത്.